ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ മലബാർ സ്റ്റൈൽ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തു. അതിലേക്ക് പട്ട, ഗ്രാമ്പു, താക്കോലം ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങൾ വീതം ചേർത്തിട്ട് അതിലോട്ട് ഒരു 1.25 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസ്കസ് നന്നായി പൊട്ടിയ ശേഷം അതിലോട്ട് ഒരു 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുത്തത് നമുക്ക് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചപ്പ് പോകും വരെയും നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായി എന്നിട്ട് ഈ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, അതായത് ഉള്ളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി യോജിപ്പിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആ ഉള്ളിയുടെ ഒരു ഗ്ലാസി ടെക്സ്ചർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി നീളത്തിനരിഞ്ഞത് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമുക്ക് കാണാം ആ തക്കാളി എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് ആ ഉള്ളിയുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഏകദേശം ഒരു 7 തൊട്ട് 8 പച്ചമുളക് വരെ നീളത്തിന് കീറിയതാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പം പച്ചമുളകിൻ്റെ എരിവാണ് ഈ ഗ്രേവിയിൽ ഉള്ളത്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അതായത് പട്ട, ഗ്രാമ്പു, താക്കോലം, ജാതിപത്രി ഇവയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണിത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഒരു 8 പച്ചമുളക് ചേർത്തുകൊണ്ട് വേണമെങ്കിൽ ഇത് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിലോട്ട് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം, അതായത് ചിക്കനും ഈ മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വേവിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ്. അപ്പോൾ ഇപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ കുക്കറിൽ ആദ്യം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സ്റ്റീം വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് സ്റ്റീം മുഴുവൻ കളഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റീം മുഴുവൻ കളഞ്ഞ് നമുക്ക് തുറന്നെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു 1/2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും ഒരു അരമുറി തേങ്ങയും കൂടി മിക്സി ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറക്കാം. അതായത് സ്റ്റീം മുഴുവൻ കളഞ്ഞ് തുറന്നതാണിത്. എന്നിട്ട് അപ്പം നമുക്കിപ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് ആ ഗ്രേവി നിൽക്കുന്നത് കാണാം. ഇത് ചിക്കനിന് ഇറങ്ങി വന്ന വെള്ളമാണ്. എന്നിട്ട് ഇതിനൊന്ന് നന്നായി ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് നമ്മൾ പച്ച തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ ആ തേങ്ങയിൽ നിന്നുള്ള സത്ത് ചിക്കനിലോട്ടും ചിക്കൻ്റെ സത്ത് തേങ്ങയിലോട്ടും നന്നായി പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പോൾ ഇപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ്സ് അടച്ചു വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് ഇതിൽ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഈ വെള്ളം ചേർത്തതിന് ശേഷവും നമുക്ക് കുറച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ബാക്കി കറിവേപ്പില, അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 5 കമ്പ് കറിവേപ്പിലയാണ് ഇതിൽ ചേർക്കുന്നത്. ആദ്യം 2 സ്റ്റേജ് ചേർത്തു. ഇത് അവസാനം ബാക്കിയുള്ള കറിവേപ്പില ഇതിൽ ചേർത്ത ശേഷം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഗ്രേവി നല്ലൊരു ഫ്ലേവർ കിട്ടും ഗ്രേവിക്കും. ഇപ്പം നമ്മളുടെ ചിക്കൻ കുറുമ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാനൊരു 1 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറുമ നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.